മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കുഴലുകളെ കുറിച്ച് പറഞ്ഞു. അത് കേട്ട് ആ പ്രഭാഷണം കേട്ട് കുറേ പേര് പറഞ്ഞു, ഇതൊന്നും ഞങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാത്തതാണ്, എങ്ങനെ ഇതെല്ലാം ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടയ്ക്ക് പറയണം. ഭാരതീയ ചിന്താധാര പ്രകാരം ഈശ്വരൻ എന്നൊരു സങ്കല്പമുണ്ട്, അല്ലെങ്കിൽ ജീവാത്മാവ്, പരമാത്മാവ്, പരബ്രഹ്മം, ദൈവം എന്ന വാക്കുകളൊക്കെ ഉണ്ടല്ലോ. ആ വാക്കുകളൊക്കെ ചില പ്രതിമകളെ കാണിച്ചു പറഞ്ഞു കൊടുത്തത് കൊണ്ട് ആ വാക്കുകൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്രതിമകളാണ് ഈശ്വരൻ, പ്രതിമകളെ പോലെയുള്ളതാണ് ഈശ്വരൻ എന്ന ധാരണ വരികയാണ്. പക്ഷെ അത് ആവശ്യമാണ്, ആ ലെവലിൽ അത് ആവശ്യമാണ്. ലോവർ പ്രൈമറിയിൽ ഭൂമിയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഒരു ഗ്ലോബ് വെക്കേണ്ടത് ആവശ്യമാണ്. കുറച്ചും കൂടി ഉയരത്തിൽ പോയാൽ ഗ്ലോബിന് പകരം മാപ്പ്, ഭൂപടം വെക്കേണ്ടത് ആവശ്യമാണ്. വളരെ ഉയരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കണ്ട് ഇൻസാറ്റ് പിക്ചർ കാണിച്ചു കൊടുത്താൽ മതിയാവും. ആ ലെവലിൽ വരെ പ്രതിമയും ഇതൊക്കെ ആവശ്യമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കാം, കണ്ണ് എന്നൊരു പ്രതിഭാസം ഇത് ഈ ഭാഗത്ത് തന്നെ കൊണ്ടുപോയി ഫിക്സ് ചെയ്ത് നോക്കാം. മാത്രമല്ല നമ്മൾ വിയർക്കും, നെറ്റിയാണ് ആദ്യം വിയർക്കുക. ഇന്നലെ ഞാൻ പ്രഭാഷണം നടത്തുന്നത് കണ്ടിട്ട് ആലപ്പുഴയിലെ കോർഡിനേറ്റർ ഗോപാലകൃഷ്ണപിള്ളജി പറയുകയുണ്ടായി, ഇത്രയധികം വിയർത്തത് ആൾക്കാർക്ക് കാണാം, എന്നാലും ആൾക്കാരൊന്നും ശ്രദ്ധിക്കില്ല. അതിന് കാരണം ഫാൻ ഇടാത്തതാണ്. ഫാൻ ഇട്ടാൽ അതിൻ്റെ ശബ്ദം റെക്കോർഡിങ്ങിനെ ബാധിക്കുന്നത് കൊണ്ടാണ് സാറ് ഫാൻ ഇടാത്തത് എന്ന് മനസ്സിലാക്കാൻ ആർക്കും സാധിക്കും എന്ന് പറയുകയുണ്ടായി. അപ്പൊ ഈ നെറ്റിയാണ് ആദ്യം വിയർക്കുക. ആ വിയർപ്പ് കണ്ണിലേക്ക് വന്നാൽ വിയർപ്പിന്റെ ഉപ്പിന്റെ ലെവൽ വളരെ കൂടുതലാണ്. 0.9 നോർമൽ ഐസോട്ടോണിക് വരെ കണ്ണ് താങ്ങും, അത് കഴിഞ്ഞാൽ കണ്ണ് പിന്നെ താങ്ങില്ല. ആ വിയർപ്പ് കണ്ണിലേക്ക് പോയാൽ ഭയങ്കര നീറ്റലുണ്ടാവും, ഉപ്പിന്റെ അളവ് കൂടുതലുകൊണ്ടാണ്. അത് കണ്ണിലേക്ക് വരാതിരിക്കാൻ ആരോ അതിൻ്റെ മുകളിൽ വട്ടത്തിൽ ആർച്ച് മാതിരി ഒരു പുരികം ഉണ്ടാക്കി, രോമം കൊണ്ടൊരു പുരികം. അത് കണ്ട നോക്കാം, പുരികം ഇങ്ങനെ വന്നിട്ട് ഇതിൽ കൂടി ആ വെള്ളം പുറത്തേക്ക് പോകാൻ പാകത്ത്. അതേസമയത്ത് മൂക്കിന്റെ മുകളിൽ പുരികയില്ല, വായുടെ മുകളിൽ പുരികമുണ്ട്. ഈ ഉപ്പുവെള്ളം, ആണുങ്ങൾക്ക് ഉപ്പുവെള്ളം അകത്തേക്ക് വരുന്നത് ഒഴിവാക്കാൻ. പെണ്ണുങ്ങൾക്ക് എന്താണാവോ വേണ്ടതെന്ന് വെച്ചത് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും മീശയുടെ കാര്യം അവിടെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. അടയ്ക്കാനുള്ള പ്രൊവിഷനുണ്ട്, കണ്ണും അടയ്ക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടെങ്കിൽ കണ്ണിൻ്റെ ഇടയിൽ കൂടെ വെള്ളം കയറാനുള്ള പ്രൊവിഷനുണ്ട്. ആ കണ്ണ് ഇടയ്ക്ക് തുറക്കുകയും അടയ്ക്കുകയും അടയ്ക്കുകയും ചെയ്യാം. മൂക്ക് തുറക്ക അടയ്ക്കുകയും ചെയ്യേണ്ട, വായ തുറക്ക അടയ്ക്കുകയും ചെയ്യേണ്ട. വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വായ തുറന്ന് വെച്ച് തന്നെ മണിക്കൂറുകളോളം ഉറങ്ങാനുള്ള പ്രൊവിഷനൊക്കെ ഉണ്ട്. ഈ കണ്ണിൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കണേ അറിയും? നമ്മുടെ മുമ്പിലുള്ള ഒരു ചിത്രം, ഒരു ആന അല്ലെങ്കിൽ ഉഴുന്ന് അല്ലെങ്കിൽ തെങ്ങ് അല്ലെങ്കിൽ തേങ്ങ അല്ലെങ്കിൽ എലി, പൂച്ച, ഇതിൻ്റെ ചിത്രം തലകീഴായിട്ട് ഈ ചെറിയ കൃഷ്ണമണി വഴിക്ക് അകത്തിയെന്ന് വീഴാണ്. എന്നാലോചിക്കുക, പ്രകാശം ഉണ്ടെങ്കിൽ ഈ കൃഷ്ണമണിയുടെ ഓപ്പണിംഗ് പ്യൂപ്പിൾ എന്ന് പറയുന്നത് ചെറുതാവും, കുറച്ച് പ്രകാശം അകത്തേക്ക് എറിയാൽ മതി. പ്രകാശമില്ലാത്ത സ്ഥലമാണെങ്കിൽ അതങ്ങ് വലുതാവും, ഡയമീറ്റർ കൂടുതൽ പ്രകാശം അകത്തേക്ക് കയറണം. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മളാണോ ഈ പ്യൂപ്പിൾ എന്ന തുറക്കുന്ന ഭാഗത്തിൻ്റെ ഡയമീറ്റർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്? നമുക്ക് അറിയുക പോലും ചെയ്യില്ല. ശരിക്കും പുറത്തുനിന്ന് നല്ല വെളിച്ചമുള്ള പുറത്തുനിന്ന് പെട്ടെന്ന് മുറിക്കകത്ത് കയറുമ്പോൾ നമുക്കൊന്നും കാണില്ല. എന്താ കാണാതിരിക്കാൻ കാരണം അറിയോ? നല്ല വെളിച്ചമുള്ളപ്പോഴത്തേക്കും പ്യൂപ്പിളിൻ്റെ ഡയമീറ്റർ 2 മില്ലിമീറ്റർ താഴെയായിരുന്നു. അതിനകത്ത് കൂടെ അകത്തേക്ക് കയറുന്ന പ്രകാശം കൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല. പെട്ടെന്ന് മുറിക്കകത്ത് കയറി 1-2 ഒരു 1/2 മിനിറ്റ് അല്ലെങ്കിൽ 1/4 മിനിറ്റ് 15 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും ഇത് വലുതായി കഴിയും തന്നെത്താനെ, നമ്മൾ പറഞ്ഞിട്ടല്ല. ഈ വലുതാവണം, ഡയമീറ്റർ കൂടുതലാവണം എന്ന നിർദ്ദേശം ആരാ കൊടുത്തത്? നമ്മളല്ല കൊടുത്തത്. നമുക്കൂടെ കൊടുത്താൽ അത് വലുതാവുകയില്ല, ചെറുതാവുകയില്ല, നമുക്ക് അതിൽ ഒരു കൺട്രോളും ഇല്ല. അപ്പോൾ ആ ഡയമീറ്റർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ട് പ്രകാശം അകത്തേക്ക് പോകുന്നതിന് അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു സിസ്റ്റം ഇതിനകത്തുണ്ട്. ആ പ്രകാശം അപ്പുറത്തേക്ക് വീണെന്ന് വിചാരിക്കാം റെട്ടിനയില്. അപ്പൊ എന്താ സംഭവിക്കുക? റെട്ടിനാൽ എന്ന ആൽഡിഹൈഡ് റെട്ടിനോയിക് ആസിഡ് എന്ന ആസിഡായി മാറുമ്പോഴാണ്
ഒരു ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നത്. ശരിക്കും വീഡിയോ ഇലക്ട്രിസിറ്റി. ആ ഇലക്ട്രിസിറ്റിയാണ് വീഡിയോ നെർവ് വഴിക്ക് തലച്ചോറിലേക്ക് പോകുന്നത്. തലച്ചോറിൽ ചെന്ന് പിന്നെ നടക്കുന്നത് എന്താണെന്ന് ആധുനിക ശാസ്ത്രം വിവരിക്കുന്നു എന്നല്ലാതെ, കണ്ടു പഠിക്കുന്നു എന്നല്ലാതെ കണ്ടു പിടിച്ചിട്ടില്ല. കണ്ടുപിടിക്കുകയാണ്. പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് സാധനങ്ങളുടെ ചിത്രങ്ങൾ നമ്മുടെ മെമ്മറിയിൽ, തലച്ചോറിലുള്ളതിൽ ഈ കണ്ടിരിക്കുന്ന ആന, പൂച്ച, പട്ടി, ഉഴുന്ന, ഉലുവ, അല്ലെങ്കിൽ കീരി, അല്ലെങ്കിൽ ഏത്തപ്പഴം, അല്ലെങ്കിൽ ആപ്പിള്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ ചിത്രം തലയ്ക്കകത്ത് എവിടെയോ എങ്ങനെയോ വെച്ചിട്ടുണ്ട്. എങ്ങനെയാ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞൂടാ. കെമിക്കലായിട്ടാണോ വെച്ചിരിക്കുന്നത്, ഇലക്ട്രിക്കൽ വേവ്സ് ആയിട്ടാണോ വെച്ചിരിക്കുന്നത്, ഫോട്ടോഗ്രാഫിക് പേപ്പറായിട്ട് സാധ്യമല്ല, CD ആയിട്ട് സാധ്യമല്ല, ഫ്ലോപ്പി ഡിസ്ക് ആയിട്ട് സാധ്യമല്ല. പിന്നെ എങ്ങനെയാ വെച്ചിരിക്കുന്നത് അറിഞ്ഞൂടാ. അവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എങ്ങനെയാ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല. 1-2 അല്ലല്ലോ, മില്യൺസ് ആൻഡ് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഇമേജുകളാണ് തലയ്ക്കകത്ത് വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ ഒരു ഫയൽ തുറക്കുമ്പോൾ കറക്റ്റ് കമ്പ്യൂട്ടറിനകത്ത് നിന്ന് ആ ഫയൽ മാത്രം കൊണ്ടുവരുന്ന പോലെ ഈ കാണുന്ന ചിത്രവും നമ്മുടെ തലയ്ക്കകത്തുള്ള പഴയ കണ്ട് ഇമ്പോസ് ചെയ്തിരിക്കുന്ന ചിത്രവും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഉടനെ ഒരു 1/49,000 ഓഫ് എ സെക്കൻഡ് കൊണ്ട് നീ കാണുന്നത് ഉലുവയാണ്, അല്ലെങ്കിൽ ഉഴുന്നാണ്, കീരിയാണ്, പട്ടിയാണ്, പൂച്ചയാണ്, വാഴപ്പഴമാണ്, ഏത്തക്കായാണ്, പടവലങ്ങയാണ്, പാവയ്ക്കാണ്, മരച്ചീനിയാണ്, ഉരുളക്കിഴങ്ങാണ്, സവാളയാണ്, ആനയാണ്, പുലിയാണ്, സിംഹമാണ് എന്ന് തലച്ചോറ് തിരിച്ചറിഞ്ഞ് കഴിയുമത് ആ സമയം കൊണ്ട്. എത്ര ഫാസ്റ്റായിട്ടാണ് നടക്കുന്നതെന്ന് വിചാരിക്കാം. മനസ്സിലാക്കി നോക്കാം. ഇനി റെട്ടിനാൽ എന്ന് പറയുന്ന വൈറ്റമിൻ എയുമായിട്ട് ബന്ധപ്പെട്ട കോമ്പോണന്റ് റെട്ടിനോയിക് ആസിഡായി മാറിക്കഴിഞ്ഞു വിചാരിക്കാം. പിന്നെ കാണാൻ പറ്റില്ല ശരിക്ക്. ഇപ്പൊ കണ്ണ് കഴയ്ക്കുന്നു, കണ്ണ് അടയ്ക്കണം കുറച്ചു നേരത്തേക്ക്. കണ്ണ് അടച്ചാൽ സ്കൂട്ടർ ഓടിക്കുന്ന ആള് റെട്ടിനോയിക് ആസിഡ് ആവുമ്പോൾ പിന്നെ കണ്ണടച്ച് ഓടിക്കണം എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യ. അപ്പൊ ശരിക്കും എന്താ സംഭവിക്കുന്നേ മനസ്സിലാക്കിയെടുത്തോളം, ഞാനിത് ചില ഐ സ്പെഷ്യലിസ്റ്റിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് അറിഞ്ഞുകൂടാ പറഞ്ഞു. ഞാൻ അതും കൂടി നിങ്ങളോട് പറയാം. ശരിക്ക് 14-15 മിനിറ്റ് ഇടത്തെ കണ്ണ് നല്ലോണം വർക്ക് ചെയ്യും. 14-15 മിനിറ്റ് കൊണ്ട് റെട്ടിനോയിക് ആസിഡായി മാറി കഴിയും. അത് കഴിഞ്ഞ് ഈ കണ്ണ് ഓട്ടോമാറ്റിക്കലി റെസ്റ്റ് എടുക്കും. പിന്നെ ഈ കണ്ണ് ആക്റ്റീവ് ആകും. ഈ കണ്ണ് ആക്റ്റീവ് ആകുമ്പോഴത്തേക്കും ഈ കണ്ണിലുള്ള റെട്ടിനോയിക് ആസിഡായി മാറുമ്പോഴത്തേക്കും ഇവിടെയുള്ള റെട്ടിനോയിക് ആസിഡ് ATPയുടെ സഹായത്താൽ റെട്ടിനാലായി തിരിച്ചു വരും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ATP ADP ആയിട്ട് വീണ്ടും സർക്കുലേഷന് പോകും. അപ്പൊ ശരിക്ക് ഇത് റെട്ടിനാൽ എന്ന ആൽഡിഹൈഡായി, ആസിഡിൽ നിന്ന് ആൽഡിഹൈഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് റെസ്റ്റ് എടുക്കും, ഈ കണ്ണ് റെസ്റ്റ് എടുക്കും. അപ്പോൾ ഒരു കണ്ണുള്ള ആളുടെ അവസ്ഥ എന്താ? യഥാർത്ഥത്തിൽ ഒരു കണ്ണ് തന്നെ പാർട്ട് ബൈ പാർട്ടായിട്ട് ഈ റോള് ഡിവൈഡ് ചെയ്യും അത്രയും. ഇത് ഡോക്ടർമാർ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഈ 14-15 മിനിറ്റ് ഒരു കണ്ണ് റെസ്റ്റ് എടുക്കുമ്പോൾ മറ്റേ കണ്ണ് ആക്റ്റീവ്, മറ്റേ കണ്ണ് റെസ്റ്റ് എടുക്കുമ്പോൾ ഈ കണ്ണ് ആക്റ്റീവ് എന്നുള്ളത് അവർ വായിച്ചിട്ടില്ല പറഞ്ഞു. പക്ഷെ ഞാനൊരു ഒഫ്താൽമോളജി പുസ്തകത്തിൽ ഒരു ഒഫ്താൽമോളജിസ്റ്റ് എഴുതിയത് വായിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. എത്രത്തോളം ആദ്യം മറ്റ് ഡോക്ടർമാർ അംഗീകരിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ പറയാൻ കാരണം ഇങ്ങനെയുള്ള ഈ കണ്ണിന്റെ പ്രവർത്തനം, ഈ കണ്ണെന്ന് പറയുന്ന സാധനം എന്താ? പ്യുവർലി പ്രോട്ടീനാണ്. അതിൽ മുഴുവനും ഇങ്ങനെ ഈ ബ്ലഡ് സർക്കുലേഷനാണ്. ഇങ്ങനെ കണ്ടിന്യൂസ്, ഇന്നലെ പറഞ്ഞ മാതിരി ട്യൂബ് വഴിക്ക് ബ്ലഡ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അകത്തൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന പറയുന്നത്. അത്രയും ബ്ലഡ് സർക്കുലേഷൻ. അപ്പൊ ആ കറക്റ്റ് ബ്ലഡ് സർക്കുലേഷൻ വന്ന് നമ്മൾ കഴിക്കുന്ന വൈറ്റമിൻ എ അല്ലെങ്കിൽ കരോട്ടിനോയിഡ്സ്, ആൽഫ കരോട്ടിനോയിഡ്, ബീറ്റ കരോട്ടിനോയിഡ്, അത് നേരെ ഈ കണ്ണിലേക്ക് വന്ന് കണ്ണ് അത് പ്രോസസ് ചെയ്ത് വൈറ്റമിൻ എ ആയിട്ട് റെറ്റിനാൽ വൈറ്റമിൻ എ അത് സൂക്ഷിച്ചു വെച്ചിട്ട്, ഇനി കരോട്ടിനോയിഡ്സ് ആണെങ്കിൽ കരോട്ടിനോയിഡ്സിനെ നടുക്ക് വെച്ച് മുറിച്ചിട്ട് റെറ്റിനാലാക്കി മാറ്റി അതിനെ പിന്നെ കണ്ണിലേക്ക് കൊണ്ടു കൊടുത്തിട്ട് കണ്ണിൽ സ്റ്റോർ ചെയ്തിട്ട് ഈ പ്രക്രിയയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നോക്കുക. ഈ കണ്ണ് ഐറിസ് മസിൽസ് അതിങ്ങനെ കണ്ണടയ്ക്കാനും തുറക്കാനും
പ്യൂപ്പിൾ മസിൽ അതിങ്ങനെ വികസിപ്പിക്കാനും സങ്കോചിപ്പിക്കാനും ഈ രൂപം അകത്തേക്കെടുത്ത് പണ്ട് ചെറിയ കുട്ടികൾ 3 മാസം 2 മാസം 4 മാസം ആവുന്ന കുട്ടികൾ നമ്മളിങ്ങനെ നോക്കിയാൽ 2-3 പ്രാവശ്യം നമ്മൾ നോക്കുമ്പോൾ അവരിങ്ങനെ നോക്കുന്നത് നമുക്ക് കാണാം. ഒരു 10-15 സെക്കൻഡ് ഇങ്ങനെ നോക്കും. അത് കഴിഞ്ഞിട്ട് അവർ ചിരിക്കുള്ളൂ. എന്താ കാര്യം അറിയോ? ആ രൂപത്തെ തലച്ചോറിനകത്ത് ഇമ്പോസ് ചെയ്യാണ്. മുത്തച്ഛൻ്റെ രൂപത്തെ തലച്ചോറിനകത്ത് ഇമ്പോസ് ചെയ്യുന്നു. അതേ മുത്തച്ഛൻ 2ാമത്തെ പ്രാവശ്യം ഈ കുട്ടിയെ എടുക്കുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം 15 സെക്കൻഡ് കൊണ്ടാണ് മുത്തച്ഛൻ്റെ രൂപം ഇമ്പോസ് ചെയ്തത്. 2ാമത്തെ പ്രാവശ്യം ഇമ്പോസിംഗ് ആണ്, 10 സെക്കൻഡ് മതി. 3ാമത്തെ പ്രാവശ്യം ഇമ്പോസിംഗ് ആണ് മുത്തച്ഛൻ്റെ ചിത്രം, 5 സെക്കൻഡ് മതിയാവും. ഏകദേശമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, സയൻസ് ആണ്, ആത്മീയതയൊന്നുമല്ല. പിന്നെ 3-4-5 പ്രാവശ്യം ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്, എന്നെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ കരയണ്ട, എന്നെ സംരക്ഷിക്കാനും ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമാണ് എന്ന് ഈ കുട്ടിക്ക് ബോധ്യം വന്നാൽ കരയുന്ന കുട്ടിയുടെ മുമ്പിൽ മുത്തശ്ശൻ കൈ കാണിച്ചാൽ ആ കുട്ടി എടുത്ത് ചാടും. മുത്തശ്ശിയാണെങ്കിലും ചാടും, അമ്മയാണെങ്കിലും എടുത്ത് ചാടും. എന്താ കാരണം? ആ കുട്ടിയുടെ തലച്ചോറിനകത്ത് മുത്തശ്ശൻ്റെ രൂപം, മുത്തശ്ശിയുടെ രൂപം, അമ്മയുടെ രൂപം ഒക്കെ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞു. വേണ്ടപ്പെട്ടവരാണ് എന്ന ഇമ്പോസിങ് നടന്നു. അപ്പൊ ശരിക്ക് ഈ കാഴ്ച എന്ന പ്രതിഭാസം കഥ പോലെ വിവരിച്ചാൽ അത്ഭുതം തോന്നും. ഇനി ഇതെല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കാം, നമ്മൾ കേട്ടത് കുറേ കാര്യങ്ങളുണ്ട്, അത് നാളെ വിവരിക്കാം വേണമെന്നുണ്ടെങ്കിൽ. ഈ കണ്ണ് കാണുന്ന കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ഈ തലച്ചോറിങ്ങനെ വർക്ക് ചെയ്യല്ലേ ഡേ ആൻഡ് നൈറ്റ്. അതിൽ തലച്ചോറിന് വിശ്രമം വേണം. ആ വിശ്രമം എങ്ങനെയാ പറയുക? മൊത്തത്തിൽ KSRTC ബസ് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് മൊത്തം ഊരി പഴയതൊക്കെ മാറ്റി പുതിയ നട്ടും ബോൾട്ടും ഒക്കെ ഇട്ടിട്ട് കമ്പോസ് ചെയ്യുന്ന മാതിരി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് തലച്ചോറ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യായിരിക്കും. എന്തിനറിയോ? അടുത്ത ദിവസം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനർജൈസ് ചെയ്യാണ് തലച്ചോറ്. അപ്പോൾ നമ്മൾ ഉറങ്ങിയില്ല വിചാരിക്കുക, രാത്രിയും പകലും നമ്മൾ വർക്ക് ചെയ്യാണെന്ന് വിചാരിക്കുക. അപ്പോഴാണ് ചിലരൊക്കെ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ, ബസ്സിൽ കയറി കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടോ? ഞാൻ പണ്ട് കാനഡയിലേക്ക് പോകുമ്പോഴത്തേക്കും എൻ്റെ ഫ്ലൈറ്റിൽ ടിക്കറ്റിൽ എഴുതിയിരിക്കുന്ന സമയവും യഥാർത്ഥ ഫ്ലൈറ്റ് സമയവും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് വിദേശത്തേക്ക് പോകുന്നത്. ഇപ്പോൾ ബോംബെ എയർപോർട്ടിൽ ഇരുന്ന് ഈ ഫ്ലൈറ്റ് എങ്ങാനും ഞാൻ അറിയാതെ പോവുമെന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നു. അത് കഴിഞ്ഞിട്ട് രാത്രി 12 മണിക്കാണ് ഫ്ലൈറ്റ് എന്നുള്ളതിന് അവർ മാറ്റി അടുത്ത ദിവസം രാവിലെ 9 മണിക്കാക്കി. ആ 9 മണിക്ക് ആ ഫ്ലൈറ്റിനകത്ത് KLM എന്ന ഫ്ലൈറ്റിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞ് 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇടത്തോട്ടും വലത്തോട്ടും വീഴാൻ തുടങ്ങി ഉറക്കത്തിൽ. അത് മുഴുവൻ ഒരു യൂറോപ്യൻ്റെ നെഞ്ചത്തേക്കാണ് ഞാൻ വീണുകൊണ്ടിരുന്നത്. അവസാനം എയർ ഹോസ്റ്റസ് വന്നിട്ട് എൻ്റെ തല ഇടത്തോട്ടും വലത്തോട്ടും പോകാതിരിക്കാൻ എന്തോ ഒന്ന് ഫിക്സ് ചെയ്തു. അതും ഉറക്കത്തിലാണ്, ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ശരീരത്തെ തളർത്തി ഉറക്കി റിപ്പയർ ചെയ്യലാണ് ഈ അനസ്തേഷ്യ കൊടുത്തിട്ട് സർജറി നടത്തണ മാതിരി. നമ്മളെ ശരീരം തന്നെ ഉറക്കി തലച്ചോറ് റിപ്പയർ ചെയ്യും. അല്ലാതെ നമ്മൾ ഇങ്ങനെ എവിടെയെങ്കിലും തൂങ്ങി പിടിക്കുകയാണെങ്കിൽ ഉറങ്ങുകയാണെങ്കിൽ ഈ ശരീരത്തിനെ തളർത്തുമ്പോഴായി കൈ താഴെ വീണ് നമ്മൾ വീഴുന്നത്. ശരീരത്തിനകത്ത് തളർത്താണ്. എന്തൊരു മെക്കാനിസം അല്ലേ ശരീരത്തിനകത്ത് വർക്ക് ചെയ്യുന്നത്. ഈ കണ്ണിൻ്റെ പ്രവർത്തനം മാത്രം പഠിക്കാൻ MBBS പോരാ, MD പോരാ. അതുകൊണ്ടാണ് ശരിക്ക് ഒരു 2 വർഷത്തെ കോഴ്സ് ഒഫ്താൽമോളജിസ്റ്റ് എന്ന ഡിഗ്രി കിട്ടുന്ന കോഴ്സ് ഇത്രയുള്ള കണ്ണിനെ കുറിച്ച് മാത്രം പഠിക്കാനാണ്. ആലോചിച്ച് നോക്കാം, നമ്മുടെ ശരീരത്തിൽ ഇപ്പം അങ്ങനെയല്ലേ, ബോണിനെ കുറിച്ച് മാത്രം പഠിക്കാൻ ബോൺ സ്പെഷ്യലിസ്റ്റ്. ബോൺ സ്പെഷ്യലിസ്റ്റ് എന്ന് വെച്ചാൽ ജന്മനാൽ സ്പെഷ്യലിസ്റ്റ് എന്നല്ല അർത്ഥം. ബോൺ സ്പെഷ്യലിസ്റ്റ് ENT, ഇയർ, നോസ്, ത്രോട്ട്, ഈ 3 എണ്ണത്തിനെ കുറിച്ച് മാത്രം പഠിക്കാൻ ENT സ്പെഷ്യലിസ്റ്റ്. ബ്രെയിനിനെ കുറിച്ച് പഠിക്കാൻ എത്ര സ്പെഷ്യലിസ്റ്റ് എന്നുള്ള പറയാൻ പറ്റില്ല. ന്യൂറോ സർജൻ, ന്യൂറോളജിസ്റ്റ്, അങ്ങനെ കുറേ ഉണ്ട്. നെഫ്രോളജിസ്റ്റ്, യൂറിനറി കാര്യങ്ങൾ, എന്താ പറയുക, ഗ്യാസ്ട്രോ സ്പെഷ്യലിസ്റ്റാണ്. കുടൽ മാത്രം 22 അടി നീളമുള്ള ഒരു കുടലിനെ കുറിച്ച് പഠിക്കാൻ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് എന്ന് പറഞ്ഞ സ്പെഷ്യലിസ്റ്റ്. വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കാം, എന്നിട്ട് ആലോചിച്ച് നോക്കാം ഈശ്വരൻ എവിടെയാണ് എന്ന് ആലോചിച്ച് നോക്കാം. ഇതിനെ മുഴുവൻ ഇത് മനുഷ്യന്റെ കാര്യം മാത്രമല്ല, സർവ്വ ജീവജാലങ്ങളിലും ഇത് തന്നെയാണ് നടക്കുന്നത്. ഈശ്വരാനുഗ്രഹം കൊണ്ട് അവരെ പറ്റിക്കാനും ചതിക്കാനും വഞ്ചിക്കാനും ആശുപത്രിക്കാരും ഡോക്ടർമാരും കൂടുതലില്ല എന്ന് മാത്രം. ഇങ്ങനെ ആലോചിക്കുക.
ഇനി ഈശ്വരൻ എവിടെയെന്ന് പറയാം. ഈ കണ്ണിന്റെ പ്രവർത്തനം, തലച്ചോറിന്റെ പ്രവർത്തനം, ചെവിയുടെ പ്രവർത്തനമൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിക്ക് നമ്മൾ എന്ത് പേരാ കൊടുക്കുക? ചിന്തിച്ചു നോക്കാം. പ്രണാമം, നമസ്കാരം.